സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. ദ മെക്സിക്കൻ എന്ന് പറയുന്ന ജാക്ക് ലണ്ടൻ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ പോലെ തന്നെ ഒരു മെക്സിക്കൻ ബാക്ക്ഗ്രൗണ്ടിലാണ്, ഒരു മെക്സിക്കൻ കമ്മ്യൂണിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. The Mexican by Jack London is a powerful short story published in 1911. അപ്പോൾ 1911 ജാക്ക് ലണ്ടൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ ദ മെക്സിക്കൻ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. സെറ്റ് ഡ്യൂറിങ് ദ ടർബുലന്റ് ടൈംസ് ഓഫ് മെക്സിക്കൻ റെവല്യൂഷൻ. നമ്മളെ മെക്സിക്കൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ആ കാലത്ത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മെക്സിക്കോ കമ്മ്യൂണിറ്റിക്കാർ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെവല്യൂഷൻ ആയിരുന്നു അത്. അപ്പോൾ ആ സമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ദ മെക്സിക്കൻ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പോസ് തീംസ് ഓഫ് സാക്രിഫൈസ്, ജസ്റ്റിസ്, ഓപ്പറേഷൻ ആൻഡ് റെവല്യൂഷൻ ത്രൂ ദ ലെൻസ് ഓഫ് ഇറ്റ് സ്റ്റോയിക് പ്രൊട്ടഗോണിസ്റ്റ് ഫിലിപ്പ് റിവേര. അപ്പോൾ ഫിലിപ്പ് റിവേര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ മെക്സിക്കൻ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ മെക്സിക്കൻ വിഭാഗക്കാരനായ ഫിലിപ്പ് റിവേര എന്ന ആളിലൂടെ ഒരാളുടെ സാക്രിഫൈസ്, ത്യാഗങ്ങൾ, ജസ്റ്റിസ്, ഓപ്പറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കാണിച്ചുകൊണ്ട് ജാക്ക് ലണ്ടൻ എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ് ദ മെക്സിക്കൻ എന്ന് പറയുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കൻ റെവല്യൂഷൻ തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് അതിലെ കാര്യങ്ങളാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. അതിലെ റൈറ്റ്സും അതേപോലെ തന്നെ ക്ലാൻസ് തമ്മിലുള്ള ഫൈറ്റുകളും ഒക്കെയാണ് ഈ സ്റ്റോറീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ സമ്മറി. The story begins with a revolutionary junta, a group of Mexican exiles in Los Angeles struggling to fund their fight against the oppressive Diaz regime. അപ്പോൾ രണ്ട് ക്ലാനുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ക്ലാഷോട് കൂടിയിട്ടാണ് ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. ജുന്ത എന്ന് പറയുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ ഡിയാസ് റെജി എന്ന് പറയുന്ന രണ്ട് മെക്സിക്കൻ വിഭാഗക്കാരുടെ ഇതോടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ US ബേസ്ഡ് TV സീരീസോ കാണുമ്പോൾ അറിയാം, അതിൽ മെക്സിക്കക്കാരുടെ അല്ലെങ്കിൽ മെക്സിക്കൻ ക്ലാനുകളുടെ ഫൈറ്റുകളൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. സോ അത്തരത്തിലാണ് ഈ സ്റ്റോറിയും ബിഗിൻ ചെയ്യുന്നത്. ജുന്ത എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ എക്സൈൽസിൻ്റെ അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട ഒരു വിഭാഗക്കാർ ഇപ്പം താമസിക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അവരെന്ത് ചെയ്യണം, ആദ്യം മുതലേ പൈസ ഇല്ലായ്മ അല്ലെങ്കിൽ പണമില്ലായ്മ അവർ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിന്? അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിയാസ് റെജീം എന്നുള്ള വിഭാഗക്കാരെ എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ തടയാനായിട്ട്, അല്ലെങ്കിൽ അവരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അത്ര ഫണ്ട് എന്തില്ല, നമ്മളുടെ ജുന്ത ഗ്രൂപ്പിൻ്റെ അടുത്തില്ല. അപ്പോൾ ഇതിനുള്ള സ്ട്രഗിളോട് കൂടിയിട്ടാണ് ഈ പൈസ ഇല്ലായ്മ അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. ഈ ഡിയാസ് റെജീം എന്ന് പറയുന്നത് വളരെ റിച്ച് ആണ്, അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, വെൽത്ത് ഉണ്ട്, വെപ്പൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജുന്ത ഗ്രൂപ്പിന്റെ കയ്യിൽ ഇതൊന്നുമില്ല. Desperate and disheartened, they are skeptical when a mysterious young man named Felipe Rivera offers to help. ഈ ജുന്ത ഗ്രൂപ്പ് എന്ത് ചെയ്യണം എന്നറിയാതെ, പൈസ ഇല്ലാതെ ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്പെ റിവേറ എന്ന് പറയുന്ന ഒരാൾ ഞാൻ സഹായിക്കാം, നിങ്ങൾക്ക് പണം ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ഓഫർ ചെയ്തുകൊണ്ട് ഇവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. റിവേറ ഈസ് റിസർവ്ഡ്, ഗ്രിം ആൻഡ് ക്യാരീസ് ആൻ എയർ ഓഫ് ക്വയറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ വന്നപ്പോൾ തന്നെ മൂപ്പര് നല്ലൊരു അന്തരീക്ഷമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞ് കടന്നു വരുന്നു. മൂപ്പര് വന്നപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി മറിയുന്നുണ്ട്. ത്രൂ ദ ജുന്ത ഫാമിലി ഇനീഷ്യലി ഡിസ്ട്രസ് ഹിം, ദേ accept his help as he proves his worth through hard work, discipline and endurance. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ജുന്ത ഗ്രൂപ്പ് ആദ്യം അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നൊന്നുമില്ല. നീ നിന്റെ വെർത്ത് പ്രൂവ് ചെയ്യണം, നീ ഇവിടെ എന്താണ് നമ്മൾ പറയാ, ഇവിടെ ബിഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്ന് നീ പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ, നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ലഭിക്കുള്ളൂ എന്നൊക്കെ ഇവനോട് പറയുന്നുണ്ട്. നീ ഇവിടെ എന്താണ് നമ്മൾ പറയാ, ഇവിടെ നിലനിൽക്കേണ്ടവനാണ്, നിന്റെ എക്സിസ്റ്റൻസ് നീ പ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാനം നൽകൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനായിട്ട് അവൻ പ്രയത്നിക്കാൻ തുടങ്ങുകയാണ്. അതായത് അവൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിച്ചിട്ട് അവർക്ക് എങ്ങനെയൊക്കെ പണം സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വരൂപിച്ചു കൊടുക്കാനായിട്ട് അവൻ തുടങ്ങുന്നുണ്ട്. Okay, Rivera takes on menial jobs and consistently bring back to money to contribute to the revolutionary cause, though he never explains where it comes from. അപ്പോൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പല ജോലികൾ ചെയ്തിട്ടും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്നും അവർക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി ഈ ഡിയാസ് റെജീമിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെങ്ങനെയാണ് വരുന്നതെന്നോ എവിടുന്ന് വരുന്നതെന്നോ ഇവൻ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. ഓക്കെ, ആസ് ടൈം പാസസ് റിവേറ ബിക്കംസ് ഇൻഡിസ്പെൻസിബിൾ, yet his colleagues remain puzzled by his stoicism and refusal to share his background.
എന്ത് ചെയ്യാൻ തുടങ്ങി, ദിവസം കഴിയുന്തോറും ഇവൻ കൂടുതൽ പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. ഇവനുള്ള വിശ്വാസമൊക്കെ എല്ലാവർക്കും കൂടാൻ തുടങ്ങി. അവനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സോഴ്സായിട്ട് ആര് മാറുകയാണ്, നമ്മളെ ജുന്ത റെജീമിന് നമ്മൾ റിവേറ ആയിട്ട് മാറുന്നുണ്ട്. The narrative slowly unveils his tragic background. The Rivera family was brutally murdered by government forces, leaving him consumed by a desire for revenge and justice for his people. അപ്പോഴാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിവീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ സഹായിക്കുന്നത്? കാരണം ഈ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഫാമിലി അവൻ്റെ ആളുകളെയൊക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനെതിരെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഈ ക്ലാനിനൊപ്പം ചേർന്നിട്ട് അവരെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഡിയാസ് റെജീം പോലെയുള്ള ക്ലാനുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആരെത്തിയിട്ടുള്ളത്, റിവേറ ഇവരുടെ ഒപ്പം കൂടിയിട്ടുള്ളത്. ഹിസ് relentless dedication stems from a personal loss and a burning hatred for the Diaz dictatorship. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യം നമ്മൾ പറയാറുണ്ട്. ഈ ഡിയാസ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഡിയാസ് ക്ലാനിൻ്റെ ആ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്നതിനും ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവ നമ്മളെ ആരൊപ്പം കൂടിയിട്ടില്ല, ജുന്ത ഗ്രൂപ്പിൻ്റെ ഒപ്പം എത്തിയിട്ടുള്ളത്. അവരെങ്ങനെയും ഇതാക്കണം, എൻ്റെ ഫാമിലിയോട് ചെയ്തത് ഇനി ആർക്കും സംഭവിക്കരുത്, അതിനെതിരെ എനിക്ക് റിവഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ റിവേറ ഇവിടെ എത്തിയിട്ടുള്ളത്. The junta soon faces a major financial crisis when they need fund to purchase weapons. ആ സമയത്ത് ഈ ക്ലാഷ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ മേജറായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. എന്താണ്, അവരൊരു ഫൈറ്റിന് പോകാൻ നേരത്ത് അവർക്ക് എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ടുള്ള വെപ്പൺസ് ഇല്ല, വെപ്പൺസ് വാങ്ങാനുള്ള പൈസ അവരുടെ കയ്യിലില്ലാണ്ടായി വരികയാണ്. റിവേറ proposes a daring plan. He will enter a high-stakes boxing match against American champion Danny Ward and win the prize money. Despite the junta's reservations, they reluctantly agree. അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ റിവേറ എന്ത് പറയാണ്, നിങ്ങൾക്ക് പൈസ ഞാൻ കൊണ്ടുവരാം, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു അമേരിക്കൻ ഫൈറ്റർ ആയിട്ടുള്ള ഒരു ബോക്സിംഗ് മാച്ചിൽ എന്ത് ചെയ്യാണ്, ഞാൻ അവനെ നേരിടാൻ പോവാണ്. ഡാനി വാർഡ് എന്ന് പറയുന്ന അമേരിക്കൻ ചാമ്പ്യനായിട്ടുള്ള ഫൈറ്റിംഗ് മാച്ചിൽ ഞാൻ ഇറങ്ങാൻ പോവാണ്. അതിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രൈസ് മണി നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഇങ്ങനത്തെ വെപ്പൺസ് വാങ്ങാനായിട്ട് ഉപയോഗിക്കാം. അവൻ്റെ ആ ഡെഡിക്കേഷൻ കാണാം, അവൻ്റെ ഫാമിലിയെ ഇല്ലാതാക്കിയവരെ എങ്ങനെയും ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അവനുള്ളൂ. അവൻ്റെ ജീവൻ വരെ കളയാൻ അവൻ തയ്യാറാണ്. അപ്പം എന്ത് ചെയ്യണം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഈ ഫൈറ്റിൽ എൻഗേജ് ചെയ്തിട്ട് എങ്ങനെയും എൻ്റെ ഫാമിലീനെ അവെഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവൻ ഈ ജുന്ത ക്ലാനോട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യണം, ലാസ്റ്റ് വേറെ മാർഗമൊന്നും ഇല്ലാതെ സമ്മതിക്കുന്നുണ്ട്. The fights itself is the story of climax. ഈ ഫൈറ്റോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥ അവസാനിപ്പിക്കുന്നത്. Rivera, smaller and less experienced than Ward, faces overwhelming odds. ഇപ്പോൾ ഫൈറ്റിങ്ങിൽ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ് നമ്മുടെ റിവേറ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കിന് കിട്ടുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന്, നമ്മളുടെ ബോക്സറുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഡാനി വാർഡ് എന്ന് പറയുന്ന അമേരിക്കൻ ബോക്സറുടെ കയ്യിൽ നിന്ന്. ദ ബ്രൂട്ടൽ മാച്ച് ബിക്കംസ് എ മെറ്റഫോർ ഫോർ റിവേറാസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ഓപ്രസീവ് റെജീം. അപ്പോൾ അവനെന്ത് ചെയ്യണം, അവൻ്റെ ദേഷ്യമൊക്കെ അവൻ പുറത്തെടുക്കുകയാണ്. സൊസൈറ്റിനോടുള്ള, ഗവൺമെൻറ്റിനോടുള്ള, ഡിയാസ് ക്ലാനിനോടുള്ള ദേഷ്യമൊക്കെ എന്ത് ചെയ്യാണ്, അവൻ ആ ബോക്സിംഗ് സർക്കിളിൻ്റെ ഉള്ളിൽ പുറത്തെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. റിവേറ എൻഡ്യൂസ് വാർഡ്സ് പവർഫുൾ ബ്ലോസ്, ഡിസ്പ്ലേയിങ് റിമാർക്കബിൾ ടെനാസിറ്റി ആൻഡ് വിൽ പവർ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ ഡാനി എന്ത് ചെയ്യണം, നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്ലോസും അടിയും കുത്തും ഒക്കെ ഇവനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ എങ്ങനെയൊക്കെയോ അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻ ദ ഫൈനൽ റൗണ്ട് ഹി സമ്മൺസ് ഹിസ് ലാസ്റ്റ് റിസർവ് ഓഫ് സ്ട്രെങ്ത് ടു ഡെലിവർ എ നോക്കൗട്ട് പഞ്ച്, വിന്നിംഗ് ദ ഫൈറ്റ് ആൻഡ് ദ മച്ച് നീഡഡ് പ്രൈസ് മണി. അങ്ങനെ അവസാനത്തെ റൗണ്ട് 3 റൗണ്ടായിട്ട് ബോക്സിംഗ് നടക്കുക. ആദ്യത്തെ 2 റൗണ്ടിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. 3ാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്യണം, അവൻ്റെ സകല ശക്തി എടുത്തിട്ട് ഒരൊറ്റ നോക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഡാനി വാർഡിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ ബോക്സിംഗ് മാച്ച് വിജയിച്ചിട്ട് ആ പൈസ അവൻ നമ്മളുടെ ജുന്ത ക്ലാനിന് കൊടുക്കുന്നുണ്ട് വെപ്പൺസ് വാങ്ങാനായിട്ട്. In the end, Rivera hands over the money to junta without a word. He remains enigmatic and detached, embodying the selfless sacrifice of this fighting justice. His victory in the ring symbolizes the resilience of the oppressed in their struggle for freedom. അവൻ എന്ത് ചെയ്യാണ്, അത് ജയിച്ചതിന് ശേഷം ഒരു വാക്കുപോലും മിണ്ടാതെ എന്ത് ചെയ്യാണ്, ആ പൈസ അവൻ ജുന്ത ക്ലാനിന് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, പാവപ്പെട്ടവരെ എങ്ങനെയും നിങ്ങൾ സഹായിക്കണം, അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ സ്വാതന്ത്ര്യം ലഭിക്കാത്ത അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ജുന്ത ക്ലാനിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ പൈസ കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി അവൻ്റെ ഫാമിലിക്ക് സംഭവിച്ച ഒരവസ്ഥ ഇനി ആർക്കും വരാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. നമുക്ക് തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെവല്യൂഷൻ ആൻഡ് സാക്രിഫൈസ്. അപ്പോൾ റിവേറയുടെ സാക്രിഫൈസ് ആണ് ഇതിൽ ഏറ്റവും നല്ല സാക്രിഫൈസ് ആയിട്ട് കാണപ്പെടുന്നത്. സോഷ്യൽ ഇൻജസ്റ്റിസ്, അതേപോലെ തന്നെ നമ്മളുടെ മെക്സിക്കൻ പീപ്പിൾസ് അനുഭവിക്കുന്ന യാതനകൾ, ഡിയാസ് ക്ലാൻ എന്ന ക്ലാൻ്റെ ഇടയിൽ മെക്സിക്കയിലെ ആളുകൾ എന്താണ് അനുഭവിക്കുന്ന യാതനകളെ കുറിച്ച്, ആൻഡ് റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. നമ്മളുടെ റിവേറയുടെ എൻഡ്യൂറൻസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ റിവേറയുടെ റെസിലിയൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. So that's all about the story. Thank you.